ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ഇന്നെടുക്കാൻ പോകുന്നത്. യവന സാഹിത്യം, പ്ലേറ്റോയുടെ അനുകരണവാദം. ഇതിലെ പ്ലേറ്റോയുടെ സാഹിത്യ ചിന്ത, അതാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന പാഠ്യഭാഗം. സോക്രട്ടീസിൻ്റെ ശിഷ്യനും പ്രഖ്യാത ഗ്രീക്ക് ചിന്തകൻ അരിസ്റ്റോട്ടലിൻ്റെ ഗുരുവുമായിരുന്നു പ്ലേറ്റോ. ഗ്രീസിലെ ഏഥൻസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തത്വചിന്തയുമായുള്ള പ്ലേറ്റോയുടെ ബന്ധം തുടങ്ങുന്നത് സോക്രട്ടീസിൻ്റെ ശിഷ്യനായതോടുകൂടിയാണ്. സോക്രട്ടീസിൻ്റെ കൊലപാതകം അദ്ദേഹത്തെ ഭരണകൂടത്തിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. തൻ്റെ ജീവിതവും ചിന്തയും വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങളോട് പൊരുതുവാൻ അദ്ദേഹം പ്രയോജനപ്പെടുത്തി. അദ്ദേഹം സ്ഥാപിച്ച അക്കാദമി അക്കാലഘട്ടത്തിലെ വിജ്ഞാന കേന്ദ്രമായിരുന്നു. അക്കാദമിയിലെത്തുന്നവരെ വാദപ്രതിവാദങ്ങളിലൂടെ തത്വചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു പ്ലേറ്റോ. അവിടെ പ്ലേറ്റോയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖൻ അരിസ്റ്റോട്ടിലായിരുന്നു. പ്രശസ്തിയിലും തത്വചിന്തയിലും പ്ലേറ്റോയ്ക്കൊപ്പമായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ സ്ഥാനം. എന്നാൽ പ്ലേറ്റോയുടെ പല വാദങ്ങളും അരിസ്റ്റോട്ടിൽ നിരാകരിച്ചിരുന്നു. റിപ്പബ്ലിക്, അപ്പോളജി, സിംപോസിയം, ഫെയ്സോക്രിട്ടോ, അങ്ങനെ 20-ലധികം ഗ്രന്ഥങ്ങളുണ്ട് പ്ലേറ്റോയുടേതായി. എമേഴ്സൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ തത്വചിന്ത എന്നാൽ പ്ലേറ്റോ, പ്ലേറ്റോ എന്നാൽ തത്വചിന്ത എന്നാണ്. ലോകത്തെ മാറ്റിമറിച്ച ചിന്തകളുടെ ഉടമസ്ഥനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ സത്യം, നീതി, നന്മ, ധർമ്മം എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളെ പുനർനിർവചിക്കാൻ ശ്രമിച്ചു. സോക്രട്ടീസിനെ പോലെ ചോദ്യം ചെയ്യാൻ യുവാക്കളെ പ്ലേറ്റോയും പ്രേരിപ്പിച്ചു. ജ്ഞാനികളുടെ ഭരണം ഇഷ്ടപ്പെട്ട പ്ലേറ്റോ ജീവിതത്തെയും സമൂഹത്തെയും കൃത്യമായി വിലയിരുത്തി. പാശ്ചാത്യ സാഹിത്യ വിമർശനം ആരംഭിക്കുന്നത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. ഒരു ആദർശ സാമ്രാജ്യത്തെപ്പറ്റി പ്ലേറ്റോയ്ക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളാണ് റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ. സത്യധർമ്മങ്ങളുടെ അധപ്പതനത്തിന് കവിത മതിയായ കാരണമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തീവ്രമായ കലാനിഷേധമായിരുന്നു പ്ലേറ്റോയുടെ സാഹിത്യ വിമർശനം. കലയെ നിഷേധിച്ചുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്ത് കലാവിമർശനം ജന്മമെടുത്തത്. സോക്രട്ടീസിൻ്റെ മരണം ഇതിന് ഒരു കാരണമായിരുന്നു. പട്ടിണിക്കാരായ മാതാപിതാക്കളുടെ ദാരിദ്ര്യം പിടിച്ച കുട്ടിയാണ് കവിത എന്നായിരുന്നു പ്ലേറ്റോയുടെ അഭിപ്രായം. കവിതയുടെ ഉറവിടം മനുഷ്യ മനസ്സിൻ്റെ അധമ മണ്ഡലങ്ങളിലാണെന്ന് അദ്ദേഹം വിധിച്ചു. ശാശ്വത സത്യം കണ്ടെത്തുന്ന അന്വേഷണ ഫലമായി അദ്ദേഹം 2 തരം യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ 2 തരം ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അനശ്വരവും ദൈവസൃഷ്ടവുമായ ആശയലോകം. രണ്ടാമത്തേത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന നശ്വരമായ ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചം യാഥാർത്ഥ്യമല്ല എന്നായിരുന്നു പ്ലേറ്റോയുടെ പക്ഷം. അതായത് അദ്ദേഹം 2 യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ചു. ഒന്ന്, ഇന്ദ്രിയങ്ങൾക്ക് അതീതവും ബുദ്ധിമാത്ര ഗ്രാഹ്യവുമായ കേവല രൂപങ്ങളുടെ അനശ്വരമായൊരു ലോകം, അതാണ് ആശയപ്രപഞ്ചം. അതായത് വേൾഡ് ഓഫ് ഐഡിയാസ് ഓർ വേൾഡ് ഓഫ് ഫോംസ്, കേവല രൂപങ്ങളുടെ ശാശ്വത ലോകം. മറ്റൊന്ന്, പരിണാമവിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോകം. ഫോം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതൊരു വസ്തുവിലെയും സാമാന്യധർമ്മത്തെ വേർതിരിച്ചാൽ കിട്ടാവുന്ന സാരാംശം അഥവാ സത്തയാണ്. അതാണ് ഫോം എന്നതുകൊണ്ട് പ്ലേറ്റോ വിവരിക്കുന്നത് അല്ലെങ്കിൽ വിവക്ഷിക്കുന്നത് എന്നായിരുന്നു റസലിൻ്റെ അഭിപ്രായം. ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളുടെയും ശുദ്ധവും പരിപൂർണവുമായ അനശ്വരമായ ഈ യഥാർത്ഥ രൂപം ആശയലോകത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപൂർണമായ അനുകരണം അല്ലെങ്കിൽ വികൃതമായ നിഴൽ മാത്രമാണ് ഭൗതിക പ്രപഞ്ചത്തിലെ വസ്തുക്കൾ. സത്യത്തിൻ്റെ വർണ്ണഛായകൾ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ചൊരിഞ്ഞുകൊണ്ട് വിദൂരതയിൽ എങ്ങോ വിളങ്ങി നിൽക്കുന്ന അതീന്ദ്രിയമായ ആശയപ്രപഞ്ചത്തെ മാത്രമേ പരമസത്യമായി പ്ലേറ്റോ അംഗീകരിച്ചുള്ളൂ. അപൂർണവും അസമർത്ഥവുമായ ഭൗതിക ലോകത്തെ സത്യമെന്ന് കരുതി അതിനെ അനുകരിക്കുകയാണ് കവിയും കലാകാരനും എന്ന് പ്ലേറ്റോ അഭിപ്രായപ്പെട്ടു. ആ നിഴലുകളുടെ പുനർനിർമ്മാണം മാത്രമാണ് കവിയും കലാകാരനും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മിയർലി കോപ്പീസ് ഓഫ് എ കോപ്പി. ഇറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൽ നിന്നും 2 പടി അകലെ നിൽക്കുന്നു.
എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആദർശ ലോകത്തിൻ്റെ അനുകരണമായ ഭൗതിക പ്രപഞ്ചത്തെയാണ് കലാകാരൻ സൃഷ്ടിയിലൂടെ അനുകരിക്കുന്നത്. അതുകൊണ്ട് കല അനുകരണത്തിൻ്റെ അനുകരണമാണ് എന്നാണ് പ്ലേറ്റോ അഭിപ്രായപ്പെടുന്നത്.